ഭരണത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിയും. കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. മനുഷ്യന്റെ ഒരു അവസ്ഥ ഉണ്ട്. ഒന്നും വയ്യാതെ, ഒന്നും കഴിയാതായി, ഒന്നും പറ്റാതെയായി. അപ്പോ ഒരു പിച്ചിമ്പയും വരെ ഒരു പരിദേവനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ സഭയിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ ഒരു ഉത്സാഹക്കുറവ് ഇന്ന് വളരെ വളരെ പ്രകടമായിരുന്നു. കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നാണ്, ചെയ്യാൻ കഴിഞ്ഞില്ല 10 കൊല്ലം കൊണ്ട്, ഈ വരുന്ന സമയം കൊണ്ട് എന്നാണ് ഇന്ന് പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. പറഞ്ഞു പോയതൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചത് ഒരുമാതിരി നാടകീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതി അവർക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റിന്റെ കാലത്ത് അവർക്ക് ഒരു മതേതര മുഖം നഷ്ടപ്പെടാറില്ല. ഇപ്പൊ അതും നഷ്ടപ്പെട്ടു. ഇത്ര വലിയൊരു മതേതര മുഖം നഷ്ടപ്പെടൽ ഇവർക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള തുടർച്ചയായ ഒരു കേന്ദ്രത്തിൽ BJP ഒക്കെ പയറ്റി വരുന്ന ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയാതാവുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു തരം ടാർഗറ്റിംഗ്, ഒരു തരം കമ്മ്യൂണൽ പ്രചരണം അത് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവരിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അതുകൊണ്ട് തന്നെ കൂടെ ബാക്കിയായ മതേതര ആളുകളും കൂടി ഒഴിഞ്ഞു പോകും എന്ന് വേണം കരുതാൻ. കാരണം പേര് നോക്കി ആളെ നിശ്ചയിക്കുക, പേര് നോക്കി കാര്യങ്ങൾ പറയാം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അവർ വല്ലാതെ വിഭ്രാന്തി പൂണ്ട് തരം താണിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ ആ ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മ ഇന്ന് സഭയിൽ പ്രകടമായിരുന്നു. ഗവർണറുടെ പ്രസംഗവും അതേപോലെ തന്നെ ഒരു വഴിപാട് കർമ്മം നിർവഹിച്ചു പോയി എന്നല്ലാതെ ഒരു ഫോക്കസും ആ പ്രസംഗത്തിലില്ല, ഒരു ലക്ഷ്യബോധവും ആ പ്രസംഗത്തിലില്ല. കേൾക്കുന്ന ആർക്കും അത് മനസ്സിലാവും. പക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വളക്കൂറായി വന്ന പല സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ബാബരി മസ്ജിദിന്റെ തർക്കത്തിന് ശേഷമുള്ള ആ അറ്റ്മോസ്ഫിയർ, കടുത്ത ന്യൂനപക്ഷ വർഗീയത വളർത്താൻ വേണ്ടിയുള്ള ഒന്നിലധികം പാർട്ടികളിവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും ആശയപ്രകടനത്തിലൂടെ ഇല്ലാതാക്കിയത് ആരാ? ഞങ്ങളാണ്. ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തു പുതിയ പുതിയ പാർട്ടികൾ. ഞാൻ ആ പാർട്ടികളുടെ പേര് വീണ്ടും പറഞ്ഞ് അവർക്ക് പ്രചാരം കൊടുക്കുന്നില്ല. എത്ര പാർട്ടികൾ ഇവിടെ തീവ്ര വർഗീയ സമീപനം, ലീഗിൻ്റെത് ഒരു സൗഹാർദ്ദത്തിന്റെ താരാട്ട് പാടലാണ് എന്നും പറഞ്ഞ് പുതിയ പുതിയ എത്ര ഹാർഡ്കോർ സംഘടനകളോടുണ്ടായി. അതിന് മുഴുവൻ LDFന്റെ പ്ലാറ്റ്ഫോമിൽ അവർ കൊണ്ടു നടന്നു. ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തു. അതുകൊണ്ടാണ് കേരളത്തിന്റെ മതേതര ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനം കിട്ടിയത്. ഞങ്ങളാണ് ഇതിനൊക്കെ ഇല്ലാതാക്കുന്നത്. ഇപ്പോഴും ഞങ്ങളാണ് ആ പണി ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ മുഖ്യധാരയിൽ ഉറച്ചു നിന്ന് പ്രൂവ് ചെയ്ത പാർട്ടിയാണ്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിരന്തരമായി ഇരുന്ന് യാതൊരു കുഴപ്പമില്ല എന്ന് മാറി മാറി വന്ന ശ്രീ K. കരുണാകരനോടൊപ്പം, AK ആന്റണിയോടൊപ്പം, ഉമ്മൻചാണ്ടിയോടൊപ്പം, മാണിസാറോടൊപ്പം, അതുപോലത്തൊക്കെ ഭരണകക്ഷി, പ്രതിപക്ഷത്തോ ഇരുന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ അപ്പോഴൊക്കെ മൈനോറിറ്റി കാർഡ് ഇടതുപക്ഷം കളിക്കുമ്പോൾ അവര് പുതിയ പുതിയ ഹാർഡ്കോർ സംഘടനകൾ ഉണ്ടാക്കിയതിനൊക്കെ ഇല്ലാതാക്കിയത് ഞങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മതേതര മുഖം വികൃതാക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല എന്ന് ഞങ്ങൾ പറയും. ഇത് അദ്ദേഹം പറയാതെ പോയൊരു കാര്യം, ഈ ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിന് ഏറ്റവും അന്ന് ശിഹാബ് തങ്ങളാണ് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയ നടപടികളുമാണെന്ന് കേരളം മുഴുവൻ, മതേതര കേരളം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്താണ്. അന്നത്തെ ലീഗിന്റെ നിലപാടിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് വിട്ടുപോയൊരു പുതിയ പാർട്ടിയെ ഉണ്ടാക്കി. ലീഗിന് തീവ്രത പോരാന്ന് പറയും. അവരെ എടുത്ത് തോളത്ത് വെച്ചേക്കുന്ന ആളുകളാണ് ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുന്നത്. അതിന്റെ ഒരു കഷ്ണാണെങ്കിലും ഇപ്പോഴും കൂടെ ഉണ്ട്. അത് ലീഗിന്റെ തീവ്രത പോരാ, കുറച്ചുകൂടി കമ്മ്യൂണൽ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം എന്ന് പറഞ്ഞ് ലീഗിന്റെ തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയേക്കണ എടുത്ത് തോളത്ത്
വർഗീയത പറയാണ്, വേറെ ഒന്നുമല്ല. ലീഗിനെ ഇടയ്ക്ക് ലീഗിനെ പറയും, ഇടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി പറയും. ഒരു കാര്യം കൂടി പറയാം, അതാണ് നമ്മൾ ചോദിച്ചിരിക്കല്ലേ. ഇപ്പോ ലീഗിന് വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും ചെയ്യാൻ വരെ മടിയില്ല. ഇപ്പൊ വേണമെങ്കിൽ ഒരു സ്ഥാനത്തിന് ഇപ്പൊ ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ പറയാം. പക്ഷേ ആ അറ്റ്മോസ്ഫിയർ മോശമാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് വേണ്ടാന്ന് പറയാനുള്ള ആർജവം കാണിച്ച പാർട്ടിയാണ് ഇന്ത്യൻ കോൺഗ്രസ്. അത് മനസ്സിലായി. കമ്മ്യൂണൽ ചേരിതിരിവുണ്ടാക്കുന്ന ഒരു പ്രവർത്തനയും ഞങ്ങൾ പ്രോത്സാഹിക്കും. ഞങ്ങളത് മുളയിലേ നുള്ളിക്കളയും. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഒരു കാർഡ് കളിച്ചിട്ടും അങ്ങോട്ട് കളിച്ചാലും ഇങ്ങോട്ട് കളിച്ചാലും യാതൊരു കാര്യമില്ല. ഞങ്ങളെ ഉറച്ച നിലപാട്. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിയും. കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാവും മനുഷ്യന്റെ ഒരു അവസ്ഥ ഉണ്ട്. ഒന്നും വയ്യാതെ, ഒന്നും കഴിയാതായി, ഒന്നും പറ്റാതെയായി. അപ്പോ ഒരു പിച്ചിമ്പയും വരെ ഒരു പരിദേവനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ സഭയിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ ഒരു ഉത്സാഹക്കുറവ് ഇന്ന് വളരെ വളരെ പ്രകടമായിരുന്നു. കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നാണ്, ചെയ്യാൻ കഴിഞ്ഞില്ല 10 കൊല്ലം കൊണ്ട്, ഈ വരുന്ന സമയം കൊണ്ട് എന്നാണ് ഇന്ന് പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. പറഞ്ഞു പോയതൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചത് ഒരുമാതിരി നാടകീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതി അവർക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റിന്റെ കാലത്ത് അവർക്ക് ഒരു മതേതര മുഖം നഷ്ടപ്പെടാറില്ല. ഇപ്പൊ അതും നഷ്ടപ്പെട്ടു. ഇത്ര വലിയൊരു മതേതര മുഖം നഷ്ടപ്പെടൽ ഇവർക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള തുടർച്ചയായ ഒരു കേന്ദ്രത്തിൽ BJP ഒക്കെ പയറ്റി വരുന്ന ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയാതാവുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു തരം ടാർഗറ്റിംഗ്, ഒരു തരം കമ്മ്യൂണൽ പ്രചരണം അത് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവരിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അതുകൊണ്ട് തന്നെ കൂടെ ബാക്കിയായ മതേതര ആളുകളും കൂടി ഒഴിഞ്ഞു പോകും എന്ന് വേണം കരുതാൻ. കാരണം പേര് നോക്കി ആളെ നിശ്ചയിക്കുക, പേര് നോക്കി കാര്യങ്ങൾ പറയാം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അവർ വല്ലാതെ വിഭ്രാന്തി പൂണ്ട് തരം താണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ ആ ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മ ഇന്ന് സഭയിൽ പ്രകടമായിരുന്നു. ആ ഗവർണറുടെ പ്രസംഗവും അതേപോലെ തന്നെ ഒരു വഴിപാട് കർമ്മം നിർവഹിച്ചു പോയി എന്നല്ലാതെ ഒരു ഫോക്കസും ആ പ്രസംഗത്തിലില്ല, ഒരു ലക്ഷ്യബോധവും ആ പ്രസംഗത്തിലില്ല. കേൾക്കുന്ന ആർക്കും അത് മനസ്സിലാവും.